ടെക് ട്രാവലിന്റെ പുതിയ വീഡിയോയിൽ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ തോണിക്കടവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. അഥവാ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കക്കയത്തോടൊക്കെ ഏകദേശം അടുത്തായിട്ടുള്ള തോണിക്കടവിലേക്കാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനലിനെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സ്ഥലത്തേക്ക് എത്താനുള്ള എക്സാക്റ്റ് വഴി എന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് വശത്തുനിന്ന് വരികയാണെങ്കിലും കോഴിക്കോട് എസ്റ്റേറ്റ് മുക്ക് എന്ന കോഴിക്കോട് ഭാഗം, അതുപോലെ താമരശ്ശേരി ഭാഗത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ എസ്റ്റേറ്റ് മുക്ക് എന്നുള്ള സ്ഥലത്തേക്ക് അവിടുന്ന് കക്കയം റോഡിലേക്ക് കയറിയിട്ട് കുറച്ച് പോന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് തോണിക്കടവ് എന്നുള്ളൊരു സ്ഥലം ഗൂഗിൾ മാപ്പ് വഴി നിങ്ങൾക്ക് വരാം. അതുപോലെ തന്നെ ആരോടെങ്കിലും വഴി അന്വേഷിച്ചുകൊണ്ടോ തോണിക്കടവിലേക്ക് എത്തിച്ചേരാം. അപ്പം നമുക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാം. വണ്ടി റോഡിൽ നിർത്തിയിട്ട് താഴേക്ക് ഇറങ്ങി വന്നതാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു രക്ഷയില്ലാത്ത നല്ല വ്യൂ കിട്ടുന്നൊരു സ്ഥലമാണ്. ഒരുപാട് ആൽബംസും അതുപോലെ കല്യാണ വീഡിയോസും എല്ലാം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ ഇതുവരെ ഇവിടെ ഒന്നും വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഈ ഒരു റൂട്ടിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ കക്കയം, അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ, പെരുവണ്ണാമൂഴി, ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ഒരൊറ്റ സമയത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും ഇറങ്ങി വന്ന സ്ഥലം നല്ലൊരു ട്രാപ്പിലേക്കാണ്. കാരണം നിങ്ങൾക്ക് കാണാം, അപ്പുറം ഒരുപാട് ആൾക്കാരുണ്ട്, നടുവിൽ ചെറിയൊരു പുഴി. അപ്പോൾ ഇതിനെ ക്രോസ് ചെയ്യണം. ഇപ്പോൾ വെള്ളത്തിൽ കൂടി ഒന്ന് നടന്നു നോക്കുകയാണ്, എന്താ അവസ്ഥ നോക്കാം. ഫുള്ള് ചെറിയ ചെറിയ കല്ലുകളാണ് കേട്ടോ വെള്ളത്തിൽ ഫുള്ള്. ശരിക്ക് മഴയൊന്നും പെയ്തിട്ടില്ലെങ്കിൽ, നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നെങ്കിൽ നമുക്ക് നല്ല കല്ലൊക്കെ കാണായിരുന്നു. ഷൂ ആണ് ഇട്ടത്. ഷൂ എല്ലാം ഒരു കൈ പിടിച്ചാണ് നടക്കുന്നത്. റിവർ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മുമ്പിൽ വേറെ ഒരുപാട് റിവറാണ് കാണുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, വിചാരിച്ചതിലും കൂടുതൽ ഒരുപാട് ആൾക്കാർ ഈ വൈകുന്നേര സമയത്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ മഴത്തുള്ളികളൊക്കെ വീകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, കുറച്ചൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാം. അപ്പുറത്ത് കക്കയം ഡാമൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. വലിയ വലിയ മലകളൊക്കെ കാണാം. ഒരുപാട് ആൾക്കാർ, ചെറിയ കുട്ടികളായിട്ടും വലിയവരായിട്ടും ഒരുപാട് ആൾക്കാർ ഇവിടെ
എത്തിച്ചേർന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ഉരുളം പാറക്കല്ലുകളാണ് കേട്ടോ കാണുന്നത്. ഫുള്ളായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ റിവറെല്ലാം ക്രോസ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ചെറിയ ചെറിയ ഉരുളം കല്ലുകൾ. പക്ഷേ വെള്ളത്തിലുള്ള കല്ലുകൾക്കൊക്കെ വൈതലുണ്ട്, വിൽക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുകയാണെങ്കിലൊക്കെ നല്ല ശ്രദ്ധയോടുകൂടി ക്രോസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ലേഡീസും ജെൻസും എല്ലാം ഇവിടെ പുഴയിൽ കുളിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ വെള്ളത്തിലേക്ക് ചാടുന്നുണ്ട്. നല്ലൊരു രസകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ കഴിയുന്ന മറ്റൊരു കാഴ്ചയാണ് ഒരുപാട് വാണിംഗ് ബോർഡ് എല്ലാം ഉണ്ട്. ഇത് എല്ലാം പലരും വകവയ്ക്കുന്നില്ല, കാരണം ഒരുപാട് വേസ്റ്റുകളും ഒക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തോണിപ്പുഴയിൽ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട്, ആ റോഡിന് തന്നെ കുറച്ചുകൂടി മുമ്പോട്ട് വന്നിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നുള്ളൊരു വ്യൂ ആണ്. ശരിക്കും നമ്മൾ ഫോട്ടോസിലെല്ലാം കാണുന്ന ഒരു സീനറി ക്യാമറയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ലെങ്കിലും നേരിട്ടുള്ളൊരു കാഴ്ചയിൽ അത്യുഗ്രൻ വ്യൂ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യൂസ് എല്ലാം നിങ്ങൾ അനുഭവിച്ചറിയണം ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ. ഈ ഒരു സ്ഥലമൊന്നും അങ്ങനെ ആരും എത്തിപ്പെടാത്ത സ്ഥലമാണ്. കാരണം അവിടുന്ന് കക്കയത്തേക്ക് പോകുന്നൊരു റൂട്ടിലാണ്. തോണിപ്പുഴയിൽ നിന്നും നേരെയുള്ള ആ വഴിയിൽ പോകുമ്പോഴാണ് ഈ ഒരു സീനറി കാണുന്നത്. മെയിൻ റോഡിൽ നിന്നും കുറച്ച് താഴേക്ക് ഇറങ്ങി വന്നാലേ ഈ സീനെല്ലാം കാണുള്ളൂ. മഴയെല്ലാം പെയ്തു, അതുപോലെ സമയം ഒരുപാട് ആവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തോണിപ്പുഴയിൽ നിന്നുള്ള ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും ഞെക്കി മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. T20 Tech Travel സൈനിങ് ഔട്ട്.